Hi students, welcome to a maths class. So മെട്രിസസിനകത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കാലെ ഹാമിൽട്ടൺ തിയറത്തെ കുറിച്ചാണ്. സോ ആദ്യം തന്നെ കാലെ ഹാമിൽട്ടൺ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സോ നമുക്കറിയാം ഒരു സ്ക്വയർ മെട്രിക്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എവറി സ്ക്വയർ മെട്രിക്സ് ദാറ്റ് സാറ്റിസ്ഫൈസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. സോ ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് വെച്ചാൽ determinant of a minus lambda I should be equal to 0. സോ നമുക്കിത് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് വൺ, ഫൈൻഡ് എ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് എ ഇസ് ഇക്വൽ ടു 1, 4, 2 ആൻഡ് 3. സോ നമ്മൾ ഈ കാലെ ഹാമിൽട്ടൺ തിയറം യൂസ് ചെയ്ത് നമുക്ക് എ ഇൻവേഴ്സ്, എ സ്ക്വയർ, എ ക്യൂബ് അങ്ങനെ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് എ ഇൻവേഴ്സ് ഓഫ് ദിസ് ഗിവൻ മെട്രിക്സ്. സോ ആദ്യം ചെയ്യേണ്ടത് യു ഹാവ് ടു ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് ദിസ് മെട്രിക്സ്. സോ ദാറ്റ് ഇസ് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഷുഡ് ബി ഈക്വൽ ടു 0. നൗ ഇനി എ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും വാല്യൂസ് എല്ലാം. മെട്രിക്സ് 1, 4, 2, 3 മൈനസ് ലാംഡ ഇൻറ്റു ഐ. ഐ എന്ന് വെച്ചാൽ ഒരു 2/2ന്റെ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. സോ 1, 0, 0, 1. That should be equated to 0. നമ്മൾ സോൾവ് ചെയ്യുമ്പം we are getting determinant 1 minus lambda, 4, 2 and 3 minus lambda. That should be equal to 0. ഇനി ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി for a 2/2 matrix we have to cross multiply the diagonal elements. So 1 minus lambda into 3 minus lambda minus 2 into 4, that is 8, should be equal to 0. ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പം വി ഗെറ്റിംഗ് ആൻ ഇക്വേഷൻ ദാറ്റ് ഇസ് ലാംഡ സ്ക്വയർഡ് മൈനസ് 4 ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു അപ്ലൈ കാലെ ഹാമിൽട്ടൺ തിയറം. സോ ഈ കാലെ ഹാമിൽട്ടൺ തിയറം അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് ആ ലാംഡയുടെ പ്ലേസിൽ വി ഹാവ് ടു റീപ്ലേസ് ഇറ്റ് ബൈ എ. സോ ഇവിടെ ലാംഡ സ്ക്വയർ മൈനസ് 4 ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0. സോ അവിടെ ആ ലാംഡയുടെ പ്ലേസിൽ വി ആർ ഗോയിങ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് എ. സോ നമുക്ക് കിട്ടുന്ന ന്യൂ ഇക്വേഷൻ വിൽ ബി എ സ്ക്വയർഡ് മൈനസ് 4a മൈനസ് 5 ഈക്വൽ ടു 0. എ സ്ക്വയർഡ് മൈനസ് 4a മൈനസ് 5 ഈക്വൽ ടു 0. ഈ ലാംഡയുടെ പ്ലേസിലെല്ലാം വി ഹാവ് റീപ്ലേസ്ഡ് ഇറ്റ് വിത്ത് എ. അടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വി ഹാവ് ടു ഫൈൻഡ് എ ഇൻവേഴ്സ്. സോ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ്റെ കൂടെ വി ഹാവ് ടു മൾട്ടിപ്ലൈ എ ഇൻവേഴ്സ്. സോ ഇവിടെ എ ഇൻവേഴ്സ് ഇൻറ്റു ദിസ് എ സ്ക്വയർഡ് മൈനസ് 4a ഇൻറ്റു ദിസ് എ ഇൻവേഴ്സ് മൈനസ് 5 ഇൻറ്റു എ ഇൻവേഴ്സ് ഷുഡ് ബി ഈക്വൽ ടു 0. നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ എ മൈനസ് 4i, I stands for identity matrix, minus 5a inverse equal to 0. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച് വരുമ്പോൾ ഇറ്റ് വിൽ ബി 1/5 ഇൻറ്റു എ മൈനസ് 4i. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് എ നമ്മുടെ തന്നേക്കുന്ന ഗിവൻ മെട്രിക്സ് എ ആണ് ആൻഡ് ഐ ഇറ്റ് ഇസ് എ 2/2 ഐഡന്റിറ്റി മെട്രിക്സ്. സോ ഇതിൻ്റെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം വി ഗെറ്റിംഗ് ലൈക്ക് ദിസ്. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ സബ്ട്രാക്ട്, ഈ മെട്രിക്സിന് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് വി ആർ ഗെറ്റിംഗ് എ ഇൻവേഴ്സ് ആസ് 1/5 ഇൻറ്റു മെട്രിക്സ് മൈനസ് 3, 4, 2 ആൻഡ് 1. സോ ഇങ്ങനെയാണ് നമ്മൾ എ ഇൻവേഴ്സ് കാലെ ഹാമിൽട്ടൺ തിയറം യൂസ് ചെയ്തിട്ട് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഇനി ഫോർ ദ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് എ ക്യൂബ് കണ്ടുപിടിക്കണം. എ ക്യൂബ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ റീപ്ലേസ് ചെയ്തു വിത്ത് എ. അപ്പോൾ എ സ്ക്വയർഡ് മൈനസ് 4a മൈനസ് 5 ഈസ് ഇക്വൽ ടു 0. ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. സോ ഇവിടെ നമുക്ക് എ ക്യൂബാണ് വേണ്ടത്. സോ ഈ ഇക്വേഷനകത്ത് ഓൾറെഡി എ സ്ക്വയർഡ് ഉണ്ട്. അത് എ ക്യൂബ് ആക്കാൻ വേണ്ടി വി ഷുഡ് മൾട്ടിപ്ലൈ ഈച്ച് term of this equation with a. So a into a squared
minus 4a into a minus 5a equal to 0. ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് our aim is to find a cube. So a cube is equal to 4a squared plus 5a. ഇതിനകത്ത് a squared നമ്മൾ ആദ്യം ചെയ്യേണ്ടത് a squared means a into a. So നമ്മൾ രണ്ട് മെട്രിക്സസ് തമ്മിൽ ആഡ് ചെയ്യണം. സോ ഇവിടെ 1 4 2 3 ഇതാണ് എ മെട്രിക്സ്. അനന്തര എ മെട്രിക്സ് കൊണ്ട് ഇതിനെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാം. ഈ രണ്ട് മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 9 16 8 ആൻഡ് 17. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എ ക്യൂബ്. ഈ എ സ്ക്വയറിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് എ ക്യൂബ് ആസ് ഓൺ ആഡിങ് ഓൾ ദീസ് നമ്പേഴ്സ് ടുഗെദർ നമുക്ക് കിട്ടുന്നത് ഇവിടെ 36 4 into 9 is 36 plus 36 plus 5 into 1 is 5. So 36 plus 5 is 41. അടുത്ത 4 into 16 that is 64 plus this 5 into 4 that is 20. So we are getting the answer as 84. 4 into 8 is 32 plus 5 into 2 is 10 that is 42. Now 4 into 17 is 68 plus 5 into 3 is 15. We are getting the answer as 83. So നമുക്ക് അങ്ങനെ a ക്യൂബിന്റെ മെട്രിക്സ് കിട്ടി. Now moving on to the second question. If a matrix A is equal to 1 2 2 and minus 1, then a squared minus 5y equal to dash. So we have to find out the value of a squared minus 5y. So ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എ ബി സി ആൻഡ് ഡി. സോ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് തന്നേക്കുന്ന ഗിവൻ മെട്രിക്സ് ഇസ് 1 2 2 ആൻഡ് മൈനസ് 1. ആദ്യം ചെയ്യേണ്ടത് എ സ്ക്വയർഡ് മീൻസ് ഈ തന്നേക്കുന്ന മെട്രിക്സ് നമ്മൾ രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. എ ഇൻറ്റു ദിസ് എ. സോ എ സ്ക്വയർഡ് ഇസ് എ ഇൻറ്റു എ. On solving that, we are getting the answer as 5 0 0 and 5. Minus of 5 into y. നമുക്കറിയാം ഇതൊരു 2 by 2 മെട്രിക്സ് ആണ്. സോ ഇതിൻ്റെ ഐഡൻറ്റിറ്റി I മെട്രിക്സ് ഓർ I is 1 0 0 1. 5 into this 1 0 0 1. അങ്ങനെ ചെയ്യുമ്പോൾ and a squared minus 5y. On solving this, we are getting the final answer as 0. So option D is the right answer. Next. Moving on to the third question. Characteristic equation for the matrix A is equal to 1 3 0 2 2 0 0 0 minus 1 is given by നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. That is lambda cube minus 2 lambda square minus 4 lambda minus 7 is equal to 0. Lambda cube minus 2 lambda square minus 4 lambda minus 7 is equal to 0. Lambda cube minus 2 lambda square plus 7 lambda plus 4 is equal to 0. And lambda cube minus 2 lambda square minus 7 lambda minus 4 is equal to 0. നമുക്കിവിടെ തന്നേക്കുന്നത് ഒരു 3/3 മെട്രിക്സ് ആണ്. ദിസ് ഇസ് എ 3/3 മെട്രിക്സ്. സോ നമുക്ക് എ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് വി ഹാവ് ടു ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഷുഡ് ബി ഈക്വൽ ടു 0. നമ്മൾ ആദ്യം മെട്രിക്സ് എ എഴുതണം. മൈനസ് ഓഫ് ലാംഡ ഇൻറ്റു ഇതൊരു 3/3 മെട്രിക്സ് ആയതുകൊണ്ട് ഇറ്റ്സ് ഐഡന്റിറ്റി മെട്രിക്സ് വിൽ ബി 1 0 0 0 1 0 ആൻഡ് 0 0 1. ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം വി ആർ ഗെറ്റിംഗ് ദ ആൻസർ ലൈക്ക് ദിസ്. We're getting the answer like this. ഇതിനകത്ത് 1 minus lambda 3 0, 2 minus lambda 0 and 0 0 minus 1 minus lambda should be equal to 0. ഇനി ഈ ഒരു 3/3 മെട്രിക്സിൻ്റെ we have to find the determinant. So determinant കണ്ടുപിടിക്കാൻ വേണ്ടി the first term 1 minus lambda into 2 minus lambda into minus 1 minus lambda minus of 0. അടുത്തത് 3 into minus of 3 into second term is minus of 3 into 2 into minus 1 minus lambda minus of 0. നമ്മളിത് സോൾവ് ചെയ്യുമ്പം we are getting a final equation like this.
lambda minus lambda cube plus 2 lambda squared plus 7 lambda plus 4 is equal to 0. So first term നമ്മൾ minus മാറ്റാൻ വേണ്ടി we are going to multiply the full term with minus. So we're getting the final answer as lambda cube minus 2 lambda squared minus 7 lambda minus 4 is equal to 0. So the final answer is option D. So നമ്മൾ a squared, a cube, a inverse അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി we can use this Cayley-Hamilton theorem. So thank you everyone. Stay home.